ഫേക്ക് ന്യൂസ് നമ്മൾ മിക്കവാറും വായിക്കാറുള്ളതും ചിലപ്പോഴൊക്കെ വിശ്വസിച്ചിട്ടുള്ളതും പലപ്പോഴായി പലർക്കും ഫോർവേഡ് ചെയ്തിട്ടുള്ളതുമായ ഒന്നാണ് ഫേക്ക് ന്യൂസ് അഥവാ വ്യാജ വാർത്തകൾ. യഥാർത്ഥ വാർത്തകളുടെ തനി പകർപ്പ് എന്ന് തോന്നിപ്പിക്കും വിധം ചില വ്യാജ വാർത്തകൾ കാണാറുണ്ട്. വായിച്ചു ശീലിച്ച വാർത്തകളുടെ പൊതുഘടനയും സവിശേഷതയും അതേപടി അനുകരിക്കുന്നതും WHO, നാസ, ഇസ്രോ, CNN, BBC മുതലായവരുടെ പേരും ലോഗോയും വരെ വിശ്വാസ്യത കൂട്ടാനായി ഉപയോഗിക്കുന്നതും ആളുകളെ എളുപ്പം തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയാക്കുന്നുണ്ട്. ഒരുപാട് മുന്നേറി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് വ്യാജ വാർത്തകൾക്കേറെ പ്രചാരം കിട്ടുന്നത്. എന്തിനേയും സംശയബുദ്ധിയോടുകൂടി മാത്രം സമീപിക്കാറുള്ള മനുഷ്യന് എന്തുകൊണ്ട് ഇത്തരം വ്യാജന്മാരെ കണ്ടെത്താൻ കഴിയുന്നില്ല? ഇതിനെല്ലാം അടിസ്ഥാനം മീഡിയ ലിറ്ററസിയുടെ കുറവാണ് എന്ന് പറയേണ്ടി വരും. എഡ്യൂക്കേറ്റഡ് ആയ ഏതാണ്ട് 40% ആളുകളും വ്യാജ വാർത്തകളിൽ വീണു പോകുന്നുണ്ട് എന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. മാധ്യമങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുന്നതിനും വാർത്തകളെ യുക്തിയോടുകൂടി വ്യാഖ്യാനിക്കുന്നതിനുമുള്ള ഒരു വ്യക്തിയുടെ ശേഷിയെയും ശീലത്തെയുമാണ് മീഡിയ ലിറ്ററസി എന്നതുകൊണ്ട് കണക്കാക്കുന്നത്. എന്നിരുന്നാലും ചില പെർഫെക്റ്റ് മെയ്ഡ് ഫേക്ക് ന്യൂസുകൾ തിരിച്ചറിയുക പ്രയാസമാണ്. എന്നാൽ കുറച്ച് മെത്തേഡ്സ് ഉപയോഗിച്ച് ഇവ കണ്ടെത്താൻ കഴിയും. മെത്തേഡ് നമ്പർ 1, ഗൂഗിൾ ദി കീവേഡ്സ്. വാട്സപ്പ് ഫോർവേഡ് മെസ്സേജുകളെ ഒന്ന് ശ്രദ്ധിക്കുക. ലഭിക്കുന്ന മെസ്സേജിലെ പ്രധാന കീവേഡുകൾ എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ സംഗതി സത്യമാണോ അല്ലയോ എന്ന് അറിയാൻ കഴിയും. മെത്തേഡ് നമ്പർ 2, യൂസ് റിവേഴ്സ് ഇമേജ് ഗൂഗിൾ സെർച്ച്. ഓൺലൈൻ മീഡിയ വഴി പ്രചരിക്കുന്ന വ്യാജ ചിത്രങ്ങളും അതിൻ്റെ സത്യാവസ്ഥയും അറിയാനായി ഈ മെത്തേഡ് ഉപയോഗിക്കാം. മെത്തേഡ് നമ്പർ 3, ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റ്സ്. വ്യാജ വാർത്തകളുടെ ഉറവിടം, നിജസ്ഥിതി എന്നിവ അറിയാനായി ചില ഓൺലൈൻ സൈറ്റ്സിൻ്റെ സേവനം ഉപയോഗപ്പെടുത്താം. അതിന് സഹായിക്കുന്ന ചില വെബ്സൈറ്റ്സ് smhawkslayer.com, altnews.in, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ട്വിറ്റർ പേജ്, അതുപോലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്സിലെ ഫാക്ട് ചെക്ക് എന്ന ഓപ്ഷൻ. സത്യത്തിൽ മേൽപ്പറഞ്ഞ മാർഗങ്ങളൊന്നും ഇല്ലാതെയും നമ്മൾ വിചാരിച്ചാൽ വ്യാജന്മാരെ കണ്ടെത്താനും തടയാനും കഴിയും. അതിന് ആദ്യം വേണ്ടുന്ന ഒരു കാര്യമുണ്ട്, അതേക്കുറിച്ച് അവസാനം പറയാം. ഇപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച്. 1, റിലയബിൾ സോഴ്സിൽ നിന്നുള്ള വാർത്തകൾ മാത്രം വിശ്വസിക്കുക. 2, വാർത്തകളെ വിശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ അവിശ്വസിക്കാനും ശ്രമിക്കുക, ശീലമാക്കുക. 3, മതം, വിശ്വാസം, തീവ്രവാദം, രാഷ്ട്രീയം തുടങ്ങിയ വൈകാരിക വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അത്തരം വാർത്തകളെ കഴിവതും അവഗണിക്കാനും കൂടിയ ആവേശത്തോടെ സമീപിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. 4, അന്വേഷണ ബുദ്ധിയോടുകൂടി വാർത്തകളെ അപ്രോച്ച് ചെയ്യുക, സത്യം കണ്ടെത്താൻ ശ്രമിക്കുക. 5, തിരക്ക് പിടിച്ച് ഇത്തരം വാർത്തകൾ ഷെയർ ചെയ്യാതിരിക്കുക. ഇനി അവസാനം പറയാനായി മാറ്റിവെച്ച കാര്യം, യൂസ് യുവർ കോമൺ സെൻസ്. സാമാന്യ ബുദ്ധിയോടുകൂടി ചിന്തിച്ചാൽ കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ടാവുകയും കൺഫ്യൂഷൻസ് ഒഴിവാക്കുകയും ചെയ്യും. ഫേക്ക് ന്യൂസുകളെക്കുറിച്ച് ഇനിയും രസകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ച് വിശദമായി മറ്റൊരു വീഡിയോ. നിങ്ങൾക്കറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളെക്കുറിച്ചും സംശയമുള്ള കാര്യങ്ങളെക്കുറിച്ചും കമൻറ്റ് ബോക്സിൽ എഴുതുക. വീഡിയോ കണ്ടതിന് നന്ദി.